കോഴിക്കോട് കുറ്റ്യാടിയിൽ 50% വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്ത്. SIR-മായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ BLOക്ക് സംഭവിച്ച പിഴവാണ് പുറത്താകാൻ കാരണം. കുറ്റ്യാടി പഞ്ചായത്തിലെ 106 ബൂത്തിലാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത്. 500ഓളം പേർ ഹിയറിംഗിന് പോകേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സംഭവത്തിൽ BLOക്കെതിരെ ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് ജനപ്രതിനിധികൾ. ഇപ്പോൾ ഇത്രയും ആളുകൾ, അതായത് ഒരു ബൂത്തിലുള്ള പകുതിയിലധികം ആളുകൾ ഇതിന്ന് പുറത്തായിരിക്കുകയാണ്. ഇതിന്റെ പിറകിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളവരെ ജനസംസാരമുണ്ട്. കാരണം 400 ചില്ലാനം വോട്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ നിയമസഭാ മണ്ഡലത്തിലുള്ള ഭൂരിപക്ഷം. അപ്പോൾ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബൂത്ത്. അവിടുന്ന് ആ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടാണ് ഇപ്പോൾ ഇതിന്ന് പുറത്തായിരിക്കുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ആളുകളൊക്കെ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ട്, അതുപോലെ പഠിക്കാൻ പോയിട്ടുണ്ട്, വിദേശങ്ങളിലുണ്ട്. അവരൊക്കെ SIR ഫോം വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഫോം ഫില്ല് ചെയ്ത് ഈ എനുമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. ആർക്കും ഒരു തെറ്റു പറ്റാത്ത രീതിയിൽ ചെയ്തിട്ട് പോലും ഈ 470ഓളം ആളുകളെ ഇവിടെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു കാര്യം കാണുന്നത്. ഇതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ കാണുമെന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചനയാണോ എന്താണെന്ന് അറിയില്ല. എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. അനീസ് അലി അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അനീസ്, ഗുരുതരമായ വീഴ്ചയും പാളിച്ചയുമാണ് കുറ്റ്യാടിയിൽ സംഭവിച്ചത്. ഇതെങ്ങനെ ഉണ്ടായി എന്നാണ് അവിടുത്തെ വോട്ടർമാർ, നാട്ടുകാർ പറയുന്നത്? BLOക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹത്തിന് വിശദീകരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്താണ് ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റുക? അജി, കുറ്റ്യാടി പഞ്ചായത്തിലെ 106 നമ്പർ വാർഡിലാണ് ഈ ബൂത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. 5 നമ്പർ വാർഡിലെ 106 ബൂത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. 900 വോട്ടർമാരുണ്ടായിരുന്നതിൽ 500-ലധികം ആളുകൾ എന്ന് പറഞ്ഞാൽ പകുതിയിലധികം ആളുകൾ പുറത്തായിരിക്കുന്നു എന്നത് വലിയ ആശങ്കയാണ് പ്രദേശത്തുണ്ടാക്കുന്നത്. ഇതിൽ വ്യക്തതക്കുറവൊന്നുമില്ല. ഈ BLO ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും പറയുന്നത് BLOക്കുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്നതാണ് പറയുന്നത്. BLO പറയുന്നത് തനിക്കുണ്ടായ ഒരു പാളിച്ചയാണ്, തന്റെ മാത്രം ഒരു വീഴ്ചയാണ്. അതിന് വേണ്ട പ്രയാസം എന്ന നിലക്ക് വേണ്ട പേപ്പേഴ്സ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആളുകൾക്ക് ഹിയറിംഗിന് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. പക്ഷെ അത് ആ സാഹചര്യം ഒഴിവാക്കാനാവുമോ എന്നാണ് ഇപ്പോൾ താൻ നോക്കുന്നത്. പരമാവധി അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഒരു വീഴ്ചയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോരായ്മ കണ്ടെത്തിയത് ഉദ്യോഗസ്ഥരല്ല എന്നതാണ്. ഈ ഹിയറിംഗിന് ഹാജരാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ലഭിച്ച ആളുകളാണ് ഈ സംഗതി കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞാൽ SIR-ലുള്ള ഒരു പോരായ്മ, ഒരു അബദ്ധം, ഒരു മനുഷ്യന് ഉണ്ടാകുന്ന BLOക്കോ മറ്റാർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു ചെറിയ പിഴവിന് 500-ലധികം ആളുകൾ പുറത്താകാൻ മാത്രം ഗുരുതരമായ പാളിച്ചകൾ ഉള്ളതാണ് ഈ സിസ്റ്റം എന്നതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ എന്ന നിലക്ക് മനസ്സിലാക്കപ്പെടുന്നത്. ഇപ്പൊ ഈ വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഫൈസൽ എത്ര പേര് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട്? ഇവിടെ 5 പേർക്ക് ഇപ്പോൾ ഹിയറിംഗിന് ഹാജരാവേണ്ട അവസ്ഥയിലാണുള്ളത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി കൃത്യമായി പൂരിപ്പിച്ചു കൊടുത്താണ്. മാത്രമല്ല ഇവിടെ ഈ ഒരു SIR-ന്റെ ഇഷ്യൂ നടക്കുകയും മൊത്തത്തിൽ പൗരത്വത്തെ ഇത് ബാധിക്കുന്നു എന്നുള്ള ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ചേർന്നിട്ട് തന്നെയാണ് വളരെ വലിയ ജാഗ്രതയിലൂടെയായിരുന്നു എല്ലാം പൂരിപ്പിച്ചൊക്കെ കൊടുത്തത്. ഓരോ പോയിന്റും ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഈ BLOയുടെ ഈ ഒരു ഇഷ്യൂ കാരണം ഒരുപാട് 470ഓളം ആളുകൾ ഇപ്പോൾ ഹിയറിംഗിന് ഹാജരാകേണ്ട അവസ്ഥയാണ്. ഇതിന്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് വലിയ പൈസക്ക് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിൽ വന്നിട്ട് ഈ ഫോം പൂരിപ്പിച്ചൊക്കെ റെഡിയാക്കി കൊടുത്ത ആളുകൾ ഇപ്പോൾ രണ്ടാമതും വന്നിട്ട് ഇത് ക്ലിയർ ചെയ്യേണ്ട അവസ്ഥയാണ് നിൽക്കുന്നത്. ഇപ്പം ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടികൾ, ചെന്നൈയിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവരൊക്കെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് പലരും ഇങ്ങോട്ട് ഇത് പൂരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ഇവരൊക്കെ വീണ്ടും രണ്ടാമത് വന്നിട്ട് ഈ ഹാജരായിട്ട് എന്യൂമറേഷൻ ഫോം ഇത് ക്ലിയർ ആക്കി കൊടുക്കേണ്ട അവസ്ഥയിലാണ്. വീട്ടിൽ നിന്ന് ആരൊക്കെയാണ്? ഇല്ല, ഞാൻ പുറത്തല്ല. എൻ്റെ ഭാര്യ, എൻ്റെ 2 അനുജന്മാര്, അനുജന്മാരുടെ ഭാര്യമാര്, എൻ്റെ ഒരു മകൻ, ഇത്ര 5 പേര് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഹിയറിംഗിന് ഹാജരാവേണ്ട അവസ്ഥയാണുള്ളത്. തീർച്ചയായും ഇതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരാളുടെ, അതായത് ഈ ആളുകളുടെ പ്രശ്നം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ ഇവർക്ക് മനസ്സിലാവും. പക്ഷെ ഇവർ എല്ലാ തരത്തിലും ജാഗ്രതയോടുകൂടി പെരുമാറിയിട്ടുണ്ട്, വിദഗ്ധരെ വെച്ച് പൂരിപ്പിച്ചിട്ടുണ്ട്, എല്ലാ നിലക്കും എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഗൾഫിൽ നിന്നൊക്കെ ഇതിനായി പൂരിപ്പിക്കാൻ വേണ്ടി മാത്രമായി പുറത്തു വന്ന ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. ആ ആളുകളൊക്കെ തിരിച്ചുപോയി ഇപ്പോൾ അവർക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ്
നോട്ടീസ് ലഭിക്കുമ്പോൾ ഹിയറിംഗിന് ഹാജരായില്ലെങ്കിൽ ഇതിൽ നിന്ന് SIRൽ നിന്ന് തന്നെ പുറത്താകുമെന്ന് പറയുമ്പോൾ വലിയ ആശങ്കയാണ് പ്രദേശത്തുള്ളത്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് പോലെ അത്ര ലഘുവായിട്ട് ഇത് കാണാൻ ആർക്കും കഴിയുന്നില്ല. കാരണം ഇത് പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് എന്ന നിലക്കുള്ള ഒരു ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്ന പ്രദേശത്തല്ല മൊത്തത്തിൽ അത് അത്തരത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ പൗരത്വം തെളിയിക്കുന്ന രേഖകളൊക്കെയാണ് ഇതിന്റെ SIRൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുറ്റ്യാടി എന്ന് പറയുന്ന പ്രദേശം ആളുകൾ വിദ്യാർത്ഥികളൊക്കെ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയിട്ടുള്ള ആളുകളുണ്ട്, ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് പോയിട്ടുണ്ട്. ഗൾഫിൽ മാത്രമല്ല പുറത്ത് കാനഡ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയ ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇത് ഹാജരാവേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തങ്ങളുടേതല്ലാത്തൊരു പിഴവ് കാരണം തങ്ങൾ പുറത്താകുന്നു എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ SIR എന്ന സംവിധാനത്തിൽ ഉണ്ടാകുന്ന തന്നെ മാനുഷികമായ ഒരു ചെറിയ കൈപ്പിഴക്ക് പോലും ഇത്ര ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ BLOയുമായിട്ട് സംസാരിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നത് തന്റെ വീഴ്ചയാണ്, തനിക്കുണ്ടായ പാളിച്ചയാണ്, അത് എന്ന് പറയുന്നിടത്ത് അങ്ങനെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്കാണ് അദ്ദേഹം അത് ആ സമയത്ത് സംഭവിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അദ്ദേഹത്തിനെതിരെ ചിലപ്പോൾ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും. പക്ഷെ അത് എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഇത് ഇരയാക്കപ്പെടുന്നത് ഒരു തരത്തിലും ഇതിന്റെ ഉത്തരവാദികളല്ലാത്ത ഒരു ജനതയാണ് എന്ന പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ എല്ലാ ആളുകളും. ഈ ബൂത്തിലെ സവിശേഷമായ ഒരു പ്രശ്നമാണ് എന്ന് വെച്ചാൽ 50% വോട്ടർമാരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്തായി പോയൊരു ഇഷ്യൂ ആണ്. അത് തെറ്റ് തന്റെ ഭാഗത്താണ് എന്ന് BLO സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും കലക്ടറെ വിവരം അറിയിച്ചു, കലക്ടർക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഈ പുറത്ത് പോയ ആളുകളൊക്കെ തിരിച്ചു വരാതെ അവരൊന്നും ഹിയറിംഗിന് പോകാതെ തന്നെ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം നടക്കുന്നുണ്ടോ? കലക്ടറുടെ സമീപനം എന്തായിരിക്കും വിഷയത്തിൽ? തീർച്ചയായും അജി, ഈ വിഷയത്തിൽ SIRുമായി ബന്ധപ്പെട്ട സംഗതികൾ തുടക്കം മുതൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ മാനുഷികത എന്നതിനേക്കാൾ കൂടുതൽ നിയമവശം എന്നതാണ് എപ്പോഴും ഊന്നൽ നൽകുന്നത്. നിയമപരമായിട്ട് ന്യായമായ എല്ലാ തരത്തിലും രേഖകളുള്ള എല്ലാ തരത്തിലും ഇവിടെയുള്ള ആളുകളായിരിക്കെ തന്നെ പുറത്താക്കപ്പെടുന്നത് നമ്മൾ പുറത്തൊക്കെ ഒരുപാട് കേരളത്തിന് അല്ലെങ്കിൽ തന്നെ പുറത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അത് മാനുഷികമായി കാലങ്ങളായി ഒരുപാട് തലമുറകളായി ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളൊക്കെ SIRൽ നിന്നും പൗരത്വത്തിൽ നിന്നും ഒക്കെ പുറത്താകുന്ന ആളുകളുടെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാനുഷികമായ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ഇനിയിപ്പോൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതുവരെയുള്ള അനുഭവം എന്ന് പറയുന്നത് നിയമപരമായ വശങ്ങൾ, നിയമപരമായി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന തരത്തിലുള്ള സമീപനമാണ് എങ്കിൽ വലിയ ആശങ്ക, വലിയ പ്രയാസം അതുകൊണ്ടുണ്ടാകും. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രദേശത്തുള്ള കോൺഗ്രസ്സുകാർ, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിക്കാർ, CPMകാർ, എല്ലാ ആളുകളും ഈ പ്രദേശത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളും ഇതിന്റെ വസ്തുത മനസ്സിലാക്കുന്നുണ്ട്. ആ കാര്യം എന്തായാലും കലക്ടർക്കും മനസ്സിലാകാതിരിക്കാൻ കാരണമൊന്നുമില്ല. കലക്ടർക്കും ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതിന്റെ ഉത്തരവാദിയായിട്ടുള്ള BLO തന്നെ വീഴ്ച സമ്മതിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത കുറവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം നിയമം എന്ന കാര്യത്തിൽ ഈ പാളിച്ച എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുക, കോടതിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിൽ എത്തുമ്പോൾ ഇതിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന തരത്തിലാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ പറയാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇത് പുറത്ത് അറിഞ്ഞ ആളുകളുടെ കാര്യമാണ്. ഇത് അറിയാത്തപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളൊക്കെ നാട്ടിലുള്ള ആളുകൾക്കാണ് ഈ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഗൾഫിലൊക്കെ ഉള്ള ആളുകളുടെയൊക്കെ വിവരം വന്നിട്ടുള്ളത് നാട്ടിലേക്കാണ്. അവരുടെ ബന്ധുക്കൾ നാട്ടിലുള്ള ഈ കുടുംബമടക്കം വിദേശത്തുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ അവർ ഇലക്ഷന് മാത്രം വരിക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് വരികയൊക്കെ ആണെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അറിയിപ്പുണ്ടോ എന്നതൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല ഇത് കുറ്റ്യാടിയിലെ 5-ാം നമ്പർ വാർഡിലെ 106-ാം ബൂത്തിലെ മാത്രം കാര്യമാണ്. മറ്റ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ചിലതോ ചെറിയതോ ഇതിനേക്കാൾ കൂടുതലോ കുറഞ്ഞതോ ആയ അളവിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നതൊക്കെ ഇനിയിപ്പോൾ പുറത്തു വരാനിരിക്കുന്നതുപോലെ തന്നെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ 106-ാം ബൂത്തിൽ ഒറ്റ ബൂത്തിൽ 50% പേരെയും SIR പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. BLOക്ക് സംഭവിച്ച ചെറിയ പിഴവാണ് ഈ 50% പേരും പുറത്താവാൻ കാരണം. 50% പേരും ഇനി ഹിയറിംഗിന് ഹാജരായി അവർക്ക് ആവശ്യമായ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വേണം പുതുതായി പേര് ചേർക്കാൻ. എന്തായാലും ഈ വിഷയത്തിൽ കലക്ടറുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടൽ പ്രധാനമാണ്. എന്തായിരിക്കും കലക്ടർ ഇതിനകത്ത് സ്വീകരിക്കാൻ പോകുന്ന സമീപനമെന്ന് കാത്തിരുന്ന് കാണാം.